രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര ഏജൻസി. അതിന് കാരണമാകുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പാർലമെൻറ്റിൽ കത്തിക്കയറി ചരിത്രപരമായ പ്രസംഗം നടത്തുമ്പോൾ അത് വലിയ തോതിൽ പല വിഭാഗക്കാരെയും ഇരുത്തിക്കളയുന്ന അല്ലെങ്കിൽ അവരുടെ അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. സ്വാഭാവികമായും ഇതിനോടകം തന്നെ വലതു സംഘടനകൾ അവർ ശക്തമായി പറയുന്നു, ഹിന്ദു വിരോധിയായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഹിന്ദുക്കളെ അധിക്ഷേപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഹിന്ദുക്കളോട് മാപ്പ് പറയണം, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ശരിക്കും കൃത്യമായും ഹൈന്ദവരെന്ന് നടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തെടുക്കാൻ, അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ അതിനെതിരെയുള്ള ശക്തമായ നീക്കമാണ് നടത്തിയത്. രാഹുൽ ഗാന്ധി വസ്തുതാപരമായി കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വേവലാതി കൊള്ളുന്ന പല ആളുകളും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നേരെ ഇതിനോടകം തന്നെ BJPയുടെ അനുകൂല സംഘടനകൾ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത് പ്രതിഷേധത്തിൻ്റെ രീതിയിൽ സ്വരത്തിലാണ്. പ്രതിഷേധത്തിൻ്റെ രീതിയിൽ യുവമോർച്ചയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും നിലവിലുള്ള പല സംഘടനകളും കോൺഗ്രസിനെതിരെ തിരിയുന്നത് ഈ ഒരു പ്രസംഗത്തിൻ്റെ കാരണമായി പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ ആഭ്യന്തര ഇൻ്റലിജൻസും ആഭ്യന്തര മന്ത്രാലയവും കൃത്യമായി വീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും കൂടുതൽ തീവ്രമായ സുരക്ഷ ഏർപ്പെടുത്താനും വേണ്ടിയുള്ള നീക്കം. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ കുടുംബ പാരമ്പര്യം, അദ്ദേഹം വന്ന പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിതാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളത്, തമിഴ് പുലികളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ഒരു രാഷ്ട്രീയമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിക്കും സമാനമായിട്ടുള്ള രീതി. അതുകൊണ്ട് ഈ ഒരു പ്രവണത, ഈ ഒരു രീതി, ചരിത്രപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ എല്ലാം മുൻനിർത്തി കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും നിർണായകരമായ കാര്യമാണെന്ന് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തന്നെ ഉള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും കൂടി സഖ്യത്തിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് 99 സീറ്റല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ച് കളിയാക്കാൻ വീഴുമ്പം നരേന്ദ്രമോദിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അദ്ദേഹം 99 MPമാരുടെ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള 234-ലധികം MPമാരുടെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതും, സ്വതന്ത്രരായ MPമാർ പലരും കോൺഗ്രസിനോട് അനുഭാവം കാണിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്വരമായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ 2019 നവംബറിൽ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന SPG സുരക്ഷ അത് വീണ്ടും കൊടുക്കേണ്ട ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ദ പാർലമെൻറ്റ് എന്നാൽ പ്രധാനമന്ത്രിയെ പോലെ ക്യാബിനറ്റ് പദവിക്ക് അർഹനായ ഒരു വ്യക്തി, ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പോലെ തന്നെ വളരെയധികം ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി എന്ന ഖ്യാതിയാണ്, എന്ന പരിവേഷമാണ് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ നൽകിയിരിക്കുന്നത്.